നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള പുള്ള് ഗ്രാമം. ഇത് വെറും ഒരു ഗ്രാമമല്ല, കണ്ടു നോക്ക്. ലോ ബഡ്ജറ്റിൽ ഹൈ ലെവൽ സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്ന ഒരു ടൂറ്. അപ്പോൾ എല്ലാവർക്കും റിച്ചസ് ഗാർഡൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ തൃശ്ശൂരാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ കിടപ്പ്. നെടുപുഴ വഴിയാണ് നമ്മൾ പോകുന്നത്. ചുരുക്കത്തിൽ അല്പം ഗ്രാമഭംഗി ആസ്വദിക്കാനും ബോട്ടിംഗ് പോകാനും വഞ്ചിയിൽ തുഴയാനും നല്ല അടിപൊളി നാടൻ ഭക്ഷണം കഴിക്കാനും പറ്റിയൊരു കിടുക്കാച്ചി സ്ഥലം തന്നെയാണ്. നല്ല പച്ച വിരിച്ച പാടശേഖരങ്ങളിലൂടെയാണ് കേട്ടോ നമ്മുടെ യാത്ര. ഇരുവശത്തും വിശാലമായ കോൾപ്പാട നിലങ്ങൾ കാണാം. ഇങ്ങനെ പോകുമ്പോൾ ആമ്പൽ കുളങ്ങളും അതുപോലെ കൊറ്റിക്കൂട്ടങ്ങൾ, പിന്നെ സീസൺ അനുസരിച്ച് ഇവിടെ പാടങ്ങളിൽ തണ്ണിമത്തൻ കൃഷി മറ്റ് കൃഷികളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. വൈകുന്നേരമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വയലിലെ കാറ്റ്, ഇവിടുത്തെ കാറ്റ് ശരിക്കും നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നും. അങ്ങനെ പുള്ള് ഗ്രാമം എത്തുന്നതിന് മുൻപ് തന്നെ ഇതുപോലെയുള്ള നമുക്ക് ചെറിയ ചെറിയ സ്പോട്ടുകൾ കാണാം. ഇവിടെ നിറയെ താമരകൾ പൂത്തു നിൽക്കൂട്ടെ. ഇപ്പം അല്പം കുറവാണ്. ഈ താമരകൾക്കിടയിലൂടെ നമുക്ക് വഞ്ചിയിൽ പോകാം. അവർ നമ്മളെ വഞ്ചിയിൽ കൊണ്ടുപോകും. നമുക്ക് താമരകളെ തലോടിയും തൊട്ടും തലോടിയും ആസ്വദിച്ച് അങ്ങനെ യാത്ര ചെയ്യാൻ നല്ല കാറ്റ്. നമ്മൾ ഇനിയും പുള്ള് ഗ്രാമത്തിലേക്ക് എത്തിയിട്ടില്ല. അത് പുള്ള് ഗ്രാമം എത്തുന്നതിന് മുൻപുള്ള വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ സ്വതവേ വിവാഹ പാർട്ടികൾ ഫോട്ടോഷൂട്ടിനായി എത്താറുണ്ട്. നല്ലൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്പോട്ടാണ്. അങ്ങനെ നമ്മളിത് ഈ യാത്ര തുടരാണ്. പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് നാടൻ ഭക്ഷണശാലകൾ കാണാം. അതുപോലെ തന്നെ ഒരു 5:30-6 മണിക്കൊക്കെ എത്തുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സൂര്യാസ്തമയം കാണുകയും ചെയ്യുന്നുണ്ട്. പുള്ള് ഗ്രാമത്തിൽ നിന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഏകദേശം നമ്മൾ പുള്ള് ഗ്രാമത്തിലേക്ക് കടന്നു. ഇവിടെയാണ് ആ ഒരു സ്പോട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ സാധാരണത്തേക്കാൾ അപേക്ഷിച്ച് തിരക്ക് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഈ പരിസരത്തുള്ളവർ മാത്രം വരുന്നതെന്ന്. ഒരിക്കലും അല്ല. കർണാടക രജിസ്ട്രേഷൻ, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ കിടക്കണതാണ് കേട്ടോ. അപ്പോൾ ദൂരെ നിന്ന് വരെ ആൾക്കാർ ഇങ്ങോട്ട് ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ തിരക്കുകളിൽ നിന്നും മാറി നമ്മളൊരു ചെറിയ വൈകുന്നേര യാത്ര ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ പുള്ള് ഗ്രാമം. കാരണം നല്ല നാടൻ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഹൈലൈറ്റ്. നമ്മളിവിടെ എവിടെയെങ്കിലും നിർത്താൻ പോവുകയാണ്. വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് ഈ പാടത്തെ കൂടെ ഒന്ന് നടക്കാം. അത്യാവശ്യം ആളുകൾ എത്തിയിട്ടുണ്ട്. പാടത്ത് കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആളുകളെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ബോട്ടിങ് ചെയ്യുന്നുണ്ട് കുറച്ച് പേര്. ബോട്ടിങ് ഏരിയ കാണിച്ചു തരാം. അപ്പം അതേ നമ്മളിവിടെ വണ്ടി നിർത്തി നടക്കുകയാണ്. ഒരൊറ്റ തവണ വന്നാൽ പിന്നെ വീണ്ടും വീണ്ടും വരാൻ തോന്നും. അങ്ങനെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് ബോട്ടിങ് ഉണ്ട്. ബോട്ടിങ് നമ്മൾ കഴിഞ്ഞ തവണ എന്നല്ല, ഒത്തിരി തവണ പോയതാണ്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നില്ല. ഇതാണ് ബോട്ടിങ് ഏരിയ. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. അപ്പം നമുക്ക് കൊടുക്കുന്ന കാശിന് കുറച്ചധികം ദൂരം നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് വരാം. കൂടെ ഒരാളെ എത്തിയിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമുക്ക് സ്വയം പെഡൽ ബോട്ടുണ്ട്, സ്വയം ചവിട്ടി പോകാവുന്ന തരത്തിലുണ്ട്. കൊട്ടവഞ്ചി ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബോട്ടുകൾ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വന്ന് ഇരുന്ന് ചെയ്ത് കണ്ട് ഒക്കെ ആസ്വദിച്ച് പോകാം. എൻ്റെ മോൻ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു പോസൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽപ്പാണ്. അങ്ങനെ നമ്മൾ ഒരു പാടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തി. പാടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണെത്താത്ത ദൂരത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്തോ ഒരു ദൂരം വേണമെങ്കിലും നടന്നു പോകാം. നല്ല കാറ്റാണ്, നല്ല രസമാണ്. ഒരു ഈവനിങ് വാക്ക്, മനസ്സ് നിറഞ്ഞൊരു ഈവനിങ് വാക്ക്, അത് ഹൈലി സാറ്റിസ്ഫിക്കേഷനാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന ക്ഷീണം പോലും അറിയില്ല. അത്രയും നമ്മൾ ആസ്വദിച്ചാണ് നമ്മൾ നടക്കുന്നത്. ഇനി ഒരു 1.5-2 മണിക്കൂർ നേരത്തേക്ക് നമ്മളിവിടെ ഉണ്ടാവും. പിള്ളേർ കളി തുടങ്ങി. ഓടിക്കളി, ചാടിക്കളി. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ പട്ടമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു കേട്ടോ. പട്ടമൊക്കെ നല്ല രീതിയിൽ പറക്കും. അത്ര കാറ്റായതുകൊണ്ടേ നല്ല രസത്തിൽ പട്ടം പറക്കും. അപ്പോൾ പട്ടം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടി പാസ്സാക്കാം. ഒരുപാട് ദൂരം നമ്മളിങ്ങനെ പാടത്തിൽ കൂടെ നടന്നു. അങ്ങനെ പിള്ളേർ കളിച്ച് ക്ഷീണിച്ചു. എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുന്നത്. അപ്പോൾ ഭക്ഷണശാലകൾ, തട്ടുകട പോലെയുള്ള സ്ഥലങ്ങളാണ്. അവിടെ പൊള്ളിയും ബോട്ടിയും അതുപോലെ മീൻ മുട്ട, കക്ക ഇറച്ചി, എന്താ പറയുക, ബോട്ടിക്കറി, അങ്ങനെ നാടൻ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ കിട്ടും. കാടമുട്ട പുഴുങ്ങിയത്, താറാമുട്ട, എന്തൊക്കെയോ ചെയ്തത്, പിന്നെ കൊത്തു പൊറോട്ട, അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങി കഴിക്കാം. എല്ലാം നമ്മൾ ഓരോ തവണ വരുമ്പോഴും ഓരോന്നും നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും രുചിയും നമ്മൾ സ്ഥിരം വരാറുള്ള സ്പോട്ടാണ് കേട്ടോ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടുത്താണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാവുന്നതേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നെ കാത്തു നിൽക്കുന്ന നിൽപ്പാണെങ്കിൽ ഞാൻ ആ ട്രാക്ടർ വന്നപ്പോൾ അവിടെ പെട്ടുപോയി. അപ്പോൾ അതേ നമ്മൾ ഓർഡർ കൊടുത്തു. അപ്പോൾ തന്നെ കിട്ടിയില്ല. ഒരു 10-15 മിനിറ്റ് കാത്തിരിക്കണം. കാരണം നല്ല തിരക്കായതുകൊണ്ട് വെയിറ്റ് ചെയ്തേ
പറ്റുമോ നല്ല ഭക്ഷണം കഴിക്കാമെന്ന് മാത്രം. നല്ല ചൂട്ടോടുകൂടി കൊള്ളിയും ബോട്ടിയും ഒപ്പം ഒരു പൊറോട്ടയും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ ഈ സ്പോട്ടിൽ ഉണ്ടാക്കി കിട്ടിയ കൊള്ളിയും ബോട്ടിയും ഒപ്പം ബീഫും പൊറോട്ടയും ഇതെല്ലാം സവോളയൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ വെച്ച് കുക്കുംബറൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ വാഴയിലൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തീരുന്നത് അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതേ വേണമെങ്കിൽ ചായ കുടിക്കാം. അതുപോലെ ജ്യൂസുകൾ, ബജ്ജികൾ, പഴംപൊരി, പരിപ്പോട അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നല്ല ചൂടാ കിട്ടും. അതാണ് ഒരു പ്രത്യേകത. ഇനി പ്രത്യേകം പറയട്ടെ, വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഇവിടെ തട്ടുകടകൾ തുറക്കുക. കാലത്ത് തന്നെ വന്നാൽ കാര്യമില്ല, വൈകുന്നേരം വരണം. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് കള്ളുഷാപ്പ് അതൊക്കെ ഒരു പ്രത്യേക വൈബാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. കൊഞ്ച് വറുത്തത്, കരിമീൻ കറി, ഫാമിലി ആയിട്ട് കയറുന്നവരുണ്ട് ഈ കറികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞണ്ട്, ചൂട് കപ്പ, ഫിഷ് ഫ്രൈ, ഇതൊന്നല്ല ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബോർഡ്. ഇനി ഇതേ ഒരു ഐസ്ക്രീം കഴിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ ഇതേ ഒരു ഐസ്ക്രീം കഴിക്കാൻ നമ്മൾ വാങ്ങി. അപ്പോൾ ഇതാണ് ബോട്ടിംഗ് ഏരിയ. അത്യാവശ്യം കുറച്ച് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. സമയം 6:30 നേരം. അപ്പോൾ അതേ ലൈറ്റുകൾ ഇട്ട് തുടങ്ങി തട്ടുകടകളിൽ. ഒരു രാത്രി 7 മണി, 7:30, 8 മണി വരെയൊക്കെ ഇവിടെ ഇങ്ങനെ ആളുകൾ വന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇനി 2 പൊതി പാർസൽ വാങ്ങാനുള്ള നിൽപ്പാണ്. 2 മീൻ മുട്ട, കപ്പ ഇറച്ചി, ഇതൊക്കെ പാർസലായിട്ട് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാം. അപ്പോൾ അന്നേരം എന്തായാലും ഒരു 10-15 മിനിറ്റ് പിടിക്കും. അന്നേരം നമുക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് വരാം. ബോട്ടിങ്ങിൻ്റെ ഏരിയ നമ്മൾ അങ്ങോട്ട് കടന്ന് കാണിച്ചിട്ടില്ല നിങ്ങളെ, അതൊന്ന് കടന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ ബോട്ടിങ് കയറാനുള്ള എൻട്രൻസ്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ബോട്ടിങ് കാണാം. കൊട്ടവഞ്ചി സൂപ്പറാണ് കേട്ടോ. പിന്നെ സ്വയം പെഡൽ ചവിട്ടി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പോകാം. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അവിടെ നമ്മുടെ പാർസൽ റെഡി ആയിട്ടുണ്ട്. പാർസലൊക്കെ വാങ്ങിയിട്ട് നമുക്ക് പോകാൻ. നേരെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ വീടെത്തണം. അപ്പോൾ വീട്ടിലേക്ക് പോവാണ് തിരിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരയ്ക്കും. നന്ദി, നമസ്കാരം.